അപ്പോ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോ ഇവിടെ എത്തി നമ്മൾ വെണ്ടുക്കലിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഫൊറാമനാണ്. ഈ ഫൊറാമനെ പറ്റിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലാറ്റർ വെണ്ടുക്കിൾ തേർഡ് വെണ്ടുക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഫൊറാമന്റെ പേരെന്താണ്? തേർഡ് വെണ്ടുക്കിൾ ഫോർത്ത് വെണ്ടുക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ഫൊറാമൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ അതിനു വേണ്ടി ഒരു ന്യൂമോണിക്സ് പറയുകയാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മം MAM ലുഷ്ക, ലുഷ്ക മാം അല്ലെങ്കിൽ മാം ലുഷ്ക എന്ന് ആലോചിച്ചാലും മതി. നമുക്കൊന്ന് നോക്കാം. ആദ്യം ആലോചിക്കേണ്ടത് ഈ രണ്ട് ലാറ്ററൽ വെണ്ടുക്കിൾ തേർഡ് വെണ്ടുക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഫൊറാമൻ. അതിനെ പറയുന്ന പേര് ഫൊറാമൻ മൊൺറോ എന്നുള്ളതാണ്. ആദ്യത്തെ ഫൊറാമൻ മൊൺറോ അല്ലെ ഇന്റർവെൻട്രിക്കുലർ ഫൊറാമൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. രണ്ട് വെണ്ടുക്കളുടെയും ഇടയിലുള്ള ഫൊറാമൻ. അത് ലോജിക്കാണല്ലോ. ഇന്റർവെൻട്രിക്കുലർ ഫൊറാമൻ, രണ്ട് ലാറ്ററൽ വെണ്ടുക്കളുടെ ഇടയിലുള്ള ഫൊറാമൻ എന്നുള്ള പേര് പറയാം. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫൊറാമൻ ഓഫ് മൊൺറോ. ഫൊറാമൻ ഓഫ് മൊൺറോ എന്നുള്ളതാണ് ആദ്യത്തെ അത് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ തേർഡ് വെണ്ടുക്കിൾ. ഈ തേർഡ് വെണ്ടുക്കിൾ അവിടെ നിന്ന് ഫോർത്ത് വെണ്ടുക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലേ, തേർഡ് വെണ്ടുക്കിൾ ഫോർത്ത് വെണ്ടുക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന അതിനെ പറയുന്ന പേര് എ ആണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുഡക്ട് ഓഫ് സിൽവിസ്. മാം എന്ന് പറഞ്ഞതിനകത്ത് എം പറഞ്ഞു, അത് കഴിഞ്ഞ് എ, അക്യുഡക്ട് ഓഫ് സിൽവിസ്. ഇനി അടുത്തായിട്ട് അറിയേണ്ടത് എന്താ? അടുത്തായിട്ട് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ ഫോർത്ത് വെൻട്രിക്കിള് താഴെ സ്പൈനൽ കോഡിലേക്ക് പോകുന്ന ഒരു ട്രാക്ക്, ഒരു ഫൊറാമൻ. ആ ഫൊറാമന്റെ പേരെന്താണ്? അപ്പോ ആ ഫൊറാമന്റെ പേരാണ് ഫൊറാമൻ മജന്റി. അപ്പൊ മാം എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ആദ്യം മൊൺറോ, രണ്ടാമത് അക്യുഡക്ട് ഓഫ് സിൽവിസ്, മൂന്നാമത് ഫൊറാമൻ മജന്റി എന്ന് പറയുന്ന മൂന്ന് ഫൊറാമൻ ഓർക്കണം. അപ്പൊ മൊൺറോ, അക്യുഡക്ട് ഓഫ് സിൽവിസ് ആൻഡ് മജന്റി. ഇത്രയും കാര്യം കിട്ടിയല്ലോ. ദെൻ ഈ പറഞ്ഞ ഫോർത്ത് വെൻട്രിക്കിളിന്റെ രണ്ട് സൈഡിലും രണ്ട് ഫൊറാമൻ ഉണ്ട്. ആ ലാറ്ററൽ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ആ ലാറ്ററൽ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് എല്ലുമായിട്ട് കണക്ട് ചെയ്താൽ ഓർക്കാൻ പറ്റും. ലുഷ്ക, ഫൊറാമൻ ഓഫ് ലുഷ്ക. 4 ഫൊറാമനും കിട്ടിയോ? മാം ലുഷ്ക എന്നുള്ളതാണ്. രണ്ട് ലാറ്ററൽ വെൻട്രിക്കിള് തേർഡ് വെൻട്രിക്കിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ മൊൺറോ എന്ന് പറയും. തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെ അക്യുഡക്ട് ഓഫ് സിൽവിസ് എന്ന് പറയും. ഫോർത്ത് വെൻട്രിക്കിൾ അങ്ങ് സ്പൈനൽ കോഡിലേക്ക് സബ് സ്പേസിലേക്ക് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ അതിനെ മജന്റി എന്ന് പറയും. ദെൻ ഫോർത്ത് വെൻട്രിക്കിളിന്റെ ലാറ്ററൽ സൈഡില് എന്തുണ്ട്? രണ്ട് ഫൊറാമൻ ഉണ്ട്. കണ്ടോ? ലാറ്ററൽ സൈഡിലെ രണ്ട് ഫൊറാമൻ ഉണ്ട്. അതിനെ നമുക്ക് ഫൊറാമൻ ലുഷ്ക എന്ന് പറയും. എല്ലാ ഫൊറാമനും കിട്ടിയല്ലോ. ഇനിയിപ്പോ പേടിക്കേണ്ട, ഇത് നമ്മൾ വീണ്ടും പറയാൻ പോവാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി. നമുക്ക് നോക്കാം. നോക്കിക്കോളുക, ഇവിടെ ക്ലിയർ ആണ്. ആദ്യത്തെ ഇന്റർവെൻട്രിക്കുലർ ഫൊറാമൻ ഓഫ് മൊൺറോ ഓപ്പൺസ് ലാറ്ററൽ വെൻട്രിക്കിൾ ടു തേർഡ് വെൻട്രിക്കിൾ. ക്ലിയർ ആണല്ലോ. ദെൻ അക്യുഡക്ട് ഓഫ് സിൽവിസ്, അത് തേർഡ് വെൻട്രിക്കിളിനെ ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഫൊറാമൻ ഓഫ് മജന്റി ഫോർത്ത് വെൻട്രിക്കിളിനെ സബ് സ്പേസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദെൻ 2 other openings of the fourth ventricle are lateral apertures. അതിനെ പറയുന്ന പേരാണ് ഫൊറാമൻ ലുഷ്ക. അത് ഓപ്പൺ ചെയ്യുന്ന സെറിബെല്ലോ പോണ്ടൈൻ ആംഗിളിലേക്കാണ്, ലാറ്ററൽ സൈഡിലേക്ക്. അത്രയും എങ്കിലും ഓർത്ത് വെച്ച്. ക്ലിയർ ആണല്ലോ. ഇനി ഒന്നുകൂടെ നമുക്കിത് കാണാം. ഇവിടെ നോക്കുക, ലാറ്ററൽ വെൻട്രിക്കിൾ, രണ്ട് ലാറ്ററൽ വെൻട്രിക്കിൾ, ഇന്റർവെൻട്രിക്കുലർ ഫൊറാമൻ അല്ലെങ്കിൽ ഫൊറാമൻ മൊൺറോ വഴി തേർഡ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യും. തേർഡ് വെൻട്രിക്കിൾ അക്യുഡക്ട് ഓഫ് സിൽവിസ് വഴി ഫോർത്ത് വെൻട്രിക്കിളിലേക്ക്. ഫോർത്ത് വെൻട്രിക്കിൾ ഫൊറാമൻ മജന്റി വഴി സബ് സ്പേസിലേക്കും അരക്കിനോട് വില്ലയിലേക്കും. അതിന്റെ ലാറ്ററൽ സൈഡിലേക്ക് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഫൊറാമൻ ലുഷ്ക അല്ലെങ്കിൽ ലാറ്ററൽ അപ്പേർച്ചർ എന്ന് പറയും. ഇനി